ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അപ്പം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് കാണിക്കുന്ന വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ് വന്നു, ഇഡ്ഡലിയൊക്കെ ആയി. ഇഡ്ഡലി അഞ്ജനക്കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അഞ്ജനക്കുട്ടിക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. തിന്നാൻ വളരെ താമസമാണ്. ഒരു മണിക്കൂർ മുമ്പേലും കൊടുത്താലേ തിന്ന് കഴിയുള്ളൂ. പിന്നെ പിള്ളേരുടെ പാൽക്കുപ്പി വെള്ളത്തിയിട്ട് ചൂടാക്കി അരിയെല്ലാം ഊറ്റി, പിന്നെ ഇനി ഇത് കുടിക്കാൻ വെക്കുന്ന വെള്ളം തിളപ്പിച്ചാണ് ഞങ്ങൾ കുടിക്കുന്നത്. അപ്പം അത് കഞ്ഞിയിട്ട് അടുപ്പിലോട്ട് വെച്ച് ആ വെള്ളം അങ്ങ് ചൂടാക്കിയൊന്നുമില്ല അവിടെ കിടന്നു. ഇത് പിള്ളേർക്ക് പാൽപ്പൊടിക്കുള്ള വെള്ളം തിളപ്പിച്ചു അത് ജഗ്ഗിലോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാവിലെ കുടിക്കാനുള്ള ചായ ഇനിയും വെക്കും. ചായ ഇതേ അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ ഇഡ്ഡലി ആയി കാണും. ഇഡ്ഡലി എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇഡ്ഡലി എല്ലാം എടുത്ത് അടുത്ത ഇഡ്ഡലി തട്ടിലേക്ക് മാവെല്ലാം ഒഴിച്ച് അത് അടച്ച് വെക്കുക. നേരത്തിന് ചേട്ടന് പോകാനുള്ള സമയമായി. ചേട്ടന് കഴിക്കാനുള്ള ഇഡ്ഡലി സാമ്പാറും എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ചായ തിളച്ച് വരുന്നത് ചായ എല്ലാം തിളച്ച് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റുകയാണ്. ഇനി ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറുമൊതി തയ്യാറാക്കണം. ഉണക്കമീൻ വറുത്തത്, കിഴങ്ങ് മെഴുക്ക് വരട്ടി, ചമ്മന്തി, നാരങ്ങ അച്ചാർ. ഇനി പൊതി തയ്യാറായി കഴിഞ്ഞ് ഈ പൊതി കെട്ടിക്കഴിഞ്ഞ് ഇനി അഞ്ജനക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഉച്ചത്തേക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി ചമ്മന്തിയും പിന്നെ സ്നാക്സ്, പിന്നെ ഒരു കുപ്പി വെള്ളം. സ്കൂൾ ബാഗ് തയ്യാറായി. ഇനി അഞ്ജനക്കുട്ടിയെ ഒരുക്കുവാണ്. ഒരുങ്ങി അഞ്ജനക്കുട്ടി വന്ന് ഇനി ബാഗെല്ലാം തോളയിട്ട് അഞ്ജനക്കുട്ടി പോകാൻ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ അഞ്ജനക്കുട്ടിയുടെ അനിയത്തിമാരുണ്ട്, ട്വിൻസ് ബേബീസാണ്. അവരെ ഒരാൾ അമ്മയാണ് കൊണ്ടുവിടുന്നത്. അഞ്ജനക്കുട്ടിയെ അമ്മയുടെ കൂടെ പോകും. അതിന് തയ്യാറായി നിൽക്കും. ആരാ പോകുന്നതെന്നുകൊണ്ട് ഒരാൾ എൻ്റെ കൂടെ ആയിരിക്കും. അപ്പം രാവിലെ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പം പാലെടുക്കുവാണ്. അതിന് പാല് കുടിക്കാൻ ഒരാൾ തയ്യാറായിരിക്കുന്നതിൻ്റെയാണ് അമ്മയെന്ന് വിളിക്കുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ഇട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗറിന് നല്ലതാണെന്ന് പറയും. ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ ഇലയ്ക്കായിട്ട വെള്ളം. ഇനി അടുത്ത പരിപാടി അടുക്കളയെല്ലാം വൃത്തിയാക്കലാണ്. എല്ലാം അലങ്കോലമായി കിടക്കും.
വൃത്തിയാക്കി. ഇനിയിപ്പം കുഞ്ഞു പിള്ളേർക്ക് ആഹാരം കൊടുക്കാനുള്ള സമയം. രാവിലത്തെ കാപ്പിക്ക് കൊടുക്കുന്ന ഇഡ്ഡലിയും ചമ്മന്തി അതിന് ഒരു 1.5 മണിക്കൂറോളം പുറകെ നടക്കണം. കഴിക്കാൻ വലിയ പാട്. ഇങ്ങനെ വെളിയിൽ ഇറക്കി വിട്ടാലൊക്കെ ഇച്ചിരിയൊക്കെ അകത്താക്കുകയുള്ളൂ. പോവാണ് ഇഡ്ഡലിയും സാമ്പാറും കട്ടൻ കാപ്പിയും. അപ്പോൾ രാവിലെ എണീച്ചതുകൊണ്ട് ഇനിയും കുറച്ച് നേരം ഒരു അരമണിക്കൂർ രണ്ടും ഉറങ്ങും. അപ്പം ഒരാളെ ഞാൻ ഉറക്കും, ഒരാളെ അമ്മ ഉറക്കും. അപ്പം ഉറങ്ങിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇനി പെരയ്ക്കാൻ തൂക്കണം, തുണി അലക്കണം. അതവിടെ മെഷീനിലായതുകൊണ്ട് അവിടെ കിടന്ന് കറങ്ങിക്കോളും. ഇനി പെരയ്ക്കാൻ തൂത്ത് വൃത്തിയാക്കലാണ്. തുണിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും നല്ല ഉറക്കം. ഇനി തുണി വിരിക്കാൻ പോവാം. തുണിയെല്ലാം വിരിച്ചിട്ട് വന്നപ്പോഴത്തേനും 2 ഉണർന്നു. അപ്പം 2 നല്ലപോലെ ഉറങ്ങി എണീച്ചേക്കുന്നു. ഇനിയിപ്പം കുറച്ച് നേരം കളിച്ച് ഇതുവഴി നടന്നോളും, വഴക്കൊന്നും ഇല്ലാതെ. അരച്ചതാണിത്, അത് കൊടുക്കുക പിള്ളേർക്ക്. അത് കഴിഞ്ഞ് കുരുമുളക് കുറച്ചുണ്ട്, അത് വറുച്ച് കൊണ്ടിടാമെന്ന് വെച്ചു. മാന്തിയപ്പോഴത്തെ നഖം വെട്ടാനുണ്ട്, എളുപ്പം വളരും പിള്ളേരുടെ നഖം.
ഉണക്കമീൻ, കപ്പയും മൺപയർ പുഴുക്കും, പിന്നെ തോരനും, നാരങ്ങ അച്ചാറും, സാമ്പാറും, പിന്നെ അവിയലും. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചയുറക്കത്തിനുള്ള സമയമായി. ഒരാളെ ഉറക്കി, ഒരാൾ അമ്മയുടെ അടുത്തായി. അതെല്ലാം കഴിഞ്ഞ് 3 മണിയായി എണീച്ചപ്പം. പിന്നെ അഞ്ജനക്കുട്ടി സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. അപ്പം അഞ്ജനക്കുട്ടിക്കും കുഞ്ഞുങ്ങൾക്കുള്ള മുട്ട ഇട്ടു, ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചു പിള്ളേർക്ക്. പിന്നെ ഞങ്ങൾക്കുള്ള കാപ്പി വെച്ചു. അപ്പം കാപ്പിയുടെ വെള്ളം തിളച്ച് പൊടിയെല്ലാം ഇട്ട് കുട്ടിക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചായിരുന്നു. അതപ്പായി. അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചു. ഇനി രാവിലത്തെ കുടിക്കുന്ന വെള്ളം എല്ലാം തീർന്ന് ഇനി വൈകിട്ടത്തേക്ക് കുടിക്കാനുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് നാളത്തേക്കുള്ള പച്ചരി എല്ലാം വെള്ളത്തിലിട്ട് അത് പിള്ളേരെ തീറ്റിക്കൽ പരിപാടിയാണ്. തുറക്കത്തില്ല, ഭയങ്കര പാടാണ്. എങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കുന്നത്. ഇടയ്ക്ക് മുറ്റത്തൂടെ വെളിയിൽ കൊണ്ട് നടന്നൊക്കെയാണ്. കുളിപ്പിച്ച് വൃത്തിയാക്കി. ഇനിയിപ്പം ചേച്ചിപ്പെണ്ണ് വരാറായി. അപ്പം ഒരാൾ പിന്നെ അമ്മയുടെ കൂടെ പോവും. ചേച്ചിപ്പെണ്ണ് വന്ന് ചേച്ചിപ്പെണ്ണ് കഴിക്കാൻ കൊടുക്കുവാണിനി. അത് കഴിഞ്ഞ് അഞ്ജനയ്ക്ക് ട്യൂഷന് പോകണം. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി മുറ്റം തൂക്കാൻ ഒത്തിരിയുണ്ട്. മുറ്റം തൂത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുടി കെട്ടി വെക്കാൻ പോകും.
ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം എൻ്റെ ഈ കുഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ബൈ ബൈ.